CPM UDF-നേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ കയറിയോ എന്ന് ചോദിച്ചാൽ അത് പ്രവചിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് ഇത് UDF-ന്റെ ഒരു സീറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അൻവറും UDF-ഉം കൂടി ഒരുമിച്ച് മത്സരിക്കാൻ പോവുകയാണ്. നമ്മളേതായാലും സ്വതന്ത്രനെ മത്സരിച്ച് നമ്മൾ കുറച്ചൊന്ന് വീക്കായിട്ടായിരിക്കും നിൽക്കുക എന്ന് CPM-ന്റെ അണികൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ആ സീനാകെ മാറി. എന്നാൽ CPIM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും അവരുടെ ഇലക്ഷൻ ക്യാമ്പിനുമെല്ലാം അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു തീരുമാനം CPM എടുത്തു എന്ന് തന്നെ വിചാരിക്കണം. അതിലൊരു കാര്യമുള്ളത്, സാധാരണ നിലയ്ക്ക് ഇപ്പോൾ CPM അവിടെ എന്തായിരിക്കും തീരുമാനിക്കുക? ജാതി മത സമവാക്യങ്ങൾ പലതരത്തിലുള്ള അത്തരം പ്രയോഗ സാധ്യതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരാൾ എടുക്കും എന്നുള്ളതല്ലേ. അങ്ങനെ വേണ്ടതില്ല. പൂർണ്ണമായ രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ എടുക്കാമെന്ന് CPM വിചാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വരാജിനെ പോലെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അതെനിക്ക് തോന്നുന്നു സമീപകാലത്തെങ്ങും CPM എവിടെ ആരും എടുത്ത് കാണാത്ത തരത്തിലുള്ള ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തും ചില തരത്തിലുള്ള സമവാക്യങ്ങളൊക്കെ ആരോപിക്കാമെങ്കിലും ഇതൊരു ഒരു 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 രാഷ്ട്രീയ തീരുമാനമാണ്. ഒരു രാഷ്ട്രീയമായ ഒരാളെ എടുത്ത് കളത്തിൽ വെക്കലാണ്. ആ നിലയ്ക്ക് ഒരു പ്രത്യേകത ആ തീരുമാനത്തിലുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തേത് PV അൻവറിനെ നമുക്കറിയാം. PV അൻവർ നിലമ്പൂരിലെ ഇടതുപക്ഷക്കാരായ മനുഷ്യരുടെ ഒരു വൈകാരിക രൂപമുള്ള നേതാവായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ആളാണ്. അവരുടെ സൈബർ പോരാളി നേതാവ് എന്ന മട്ടിൽ നിൽക്കുകയും അതിൻ്റെ മാക്സിമത്തിൽ അതിനെ ആവേശഭരിതമാക്കി നിലനിർത്തുകയും ചെയ്ത ഒരാളാണ്. ഒരു ഘട്ടത്തിൽ അവർ തെറ്റി അദ്ദേഹം അപ്പുറത്ത് പോയിട്ട് എതിർപ്പാളയത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ രൂപത്തിലുള്ള ഒരു വൈകാരിക സ്വഭാവമുള്ള ഒരു ലീഡർ അവർക്കില്ലാതിരിക്കവേ ഏതെങ്കിലും ഒരു ഡോക്ടറോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഏതെങ്കിലും പ്രാദേശിക നേതാവ് പോരാ അവർക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. അവർക്ക് വേണ്ടതൊരു ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു നേതാവിനെയാണ്. സ്വന്തം എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ, ഞങ്ങൾക്ക് ഉറപ്പായും നായകരൂപിയായി മുന്നിൽ നിൽക്കുന്ന ഉറപ്പുള്ള ഒരാൾ, അങ്ങനെ ഒരാളെ CPM എടുത്തു വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ CPM-ന്റെ ലെഫ്റ്റിൻ്റെ ക്യാമ്പിന് ആ നിലയ്ക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ പരമാവധി അത് കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് അടിത്തറ ഇളകാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ലെഫ്റ്റിൻ്റെ വോട്ട് അവിടെ കിടക്കും, അത് പോകാൻ പോകുന്നില്ല. അത്രയും അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു. നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. മലപ്പുറം പോലൊരു സ്ഥലത്ത്, നിലമ്പൂർ ഒരു സ്ഥലത്ത് അൻവർ പോയാലും നമ്മൾ തോൽക്കാനില്ല, ജയിക്കാൻ ഫൈറ്റ് ചെയ്യാമെന്നൊരു ഫീൽ അവർക്ക് ഉണ്ടാക്കുന്നതിൽ വിജയിക്കാൻ പറ്റിയതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ LDF-ന്റെ ക്യാമ്പിന് നല്ല ആവേശം ഉണ്ടാവും. രണ്ടാമത്തേത്, PV അൻവർ ഇറങ്ങിപ്പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പോലുമായിട്ടുള്ള ചില കോസുകളെ മുൻനിർത്തിക്കൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ലെഫ്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ പോലും നിരാശപ്പെടുന്ന ചില സമീപനം ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ ആദ്യം ഇറങ്ങുന്നത്. പിന്നെ അതിൻ്റെ വഴിവിട്ട് എങ്ങോട്ടൊക്കെ അത് പോയി. അപ്പോൾ എന്നിട്ടാണ് അൻവർ പറഞ്ഞത് പിണറായിസത്തെ പരാജയപ്പെടുത്താൻ, പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അദ്ദേഹം മുഴക്കിയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി? സ്വരാജിനെ പിണറായിസം എന്ന് പറഞ്ഞൊരു പുതിയ വാക്കാണെന്ന് വെച്ചാൽ CPIM-ന് മേലെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയത്തിന് മേലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നുള്ള ആക്ഷേപത്തെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ പിണറായിസം എന്ന വാക്ക് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പിണറായിസത്തിൻ്റെ വ്യക്തമായിട്ട് ജനങ്ങളാകെ സ്വരാജിനെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വരാജ് ഈ സമീപകാലത്ത് നോക്കൂ, അദ്ദേഹം അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ പരിധി വിട്ട് ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം ലെഫ്റ്റ് പൊളിറ്റിക്സിനെ ഡിഫെൻഡ് ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നു, വിശാല ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഡിഫെൻഡ് ചെയ്യുന്നു, സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുന്നു. അതിനപ്പുറം പോയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക നേതൃബിംബത്തിൻ്റെ സ്തുതിപാഠകനായി അദ്ദേഹം ഈ കാലത്ത് മാറിയിട്ടില്ല. SFI ഒക്കെ ഇരിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഭാവഹാവാദികൾ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ പിണറായി വിജയനെ പഠിക്കുകയാണെന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഒരു മെച്ചുവേർഡ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം അങ്ങനെ ഒരു സ്തുതിപാഠകനായിട്ടല്ല മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ പിണറായിസത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, അത് പ്രതിഫലിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പൂർണ്ണമായും ആളുകൾ അദ്ദേഹത്തെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഒരാൾ എന്ന മട്ടിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുത്താൻ എത്ര പറ്റും എന്നെനിക്ക് സംശയമാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയാണ്. ഒന്ന്, അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോരാത്ത നിർത്താനുള്ള കരുത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിക്കുണ്ട്. രണ്ടാമത്, നമ്മൾ നേരത്തെ പലകുറി സംസാരിച്ചിട്ടുള്ള പോലെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് ഫലസ്തീൻ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൻ്റെ ഡെമോഗ്രഫി നിങ്ങൾ പരിശോധിക്കണം. ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള പൊസിഷൻ കേരളമാകെ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒന്നാണ്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള പൊസിഷൻ നമ്മളാകെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മാനവികമായ ആശയങ്ങൾ കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അകറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയാണ് എന്നൊരു ഫീൽ, പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റി തന്നെ എടുക്കുക. അവരെ സംബന്ധിച്ച് നോക്കിയാൽ പോലും അവർക്ക് അത്രമേൽ അസ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവല്ല. കാരണം അദ്ദേഹം അവരുടെ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസിനെ കൂടി സംസാരിക്കുന്ന ആളാണ്. അപ്പം അവരുടെ ഇഷ്യൂ മാത്രമല്ല ഫലസ്തീൻ, അത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന യുദ്ധവിരുദ്ധ ആശയത്തിൻ്റെ, സാമ്രാജ്യത്വ ആശയത്തിൻ്റെ ഭാഗമാണ്. എങ്കിൽ കൂടിയും മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ മാത്രം ഗസയിലെ കൊല്ലപ്പെടുന്ന മനുഷ്യരോട് ഒരു വിഭാഗം വലിയ വിരോധം വെച്ച് പുലർത്തുമ്പോൾ അങ്ങനെ പാടില്ല, ഹമാസിനെ അടക്കം പിന്തുണയ്ക്കേണ്ടതാണെന്നുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തതയോട് പൂർണ്ണാർത്ഥത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കാൻ എങ്ങനെ പറ്റും? അപ്പോൾ അത് ഞാൻ കാണുന്ന ഒരു കാര്യം. ഇപ്പോൾ അവിടെ മുസ്ലിം ലീഗുകാർ പോലും പൂർണ്ണ സ്വഭാവത്തിൽ മുസ്ലിം ലീഗുകാരെ ആകെ
UDFിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം അണിനിരത്ത് നിർത്തുക എന്ന് പറയുന്ന വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണെന്ന് തോന്നുന്നു. കാരണം UDFിൻ്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, ഇപ്പം നമ്മൾ നേരത്തെ പറയും PV അൻവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുനഃപരിശോധിക്കുകയും മാപ്പ് പറയുകയും തിരുത്തുകയും ചെയ്യാതെ അദ്ദേഹത്തെ അടുപ്പിക്കില്ല. ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് അവിടുത്തെ പാണക്കാട്ടെ തങ്ങൾമാർക്കും ലീഗുകാർക്കും എതിരായിട്ട് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തുമാത്രമുണ്ട്. അദ്ദേഹം അതെല്ലാം തിരുത്തി പറഞ്ഞു, തെറ്റായിരുന്നു, മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ ഒന്നേ? അല്ല. ആത്മീയ വാണിഭക്കാരായ പാണക്കാട്ടെ തങ്ങൾമാരെ പിടിച്ച് ജയിലിലിടണം, അവിടെ റെയ്ഡ് നടത്തണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി. അത് മറന്നുപോയിട്ടുള്ള ലീഗുകാരായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോഴാണ് ഇവിടെ സ്വരാജിനെ പോലെയുള്ള ഇത്തരം വിഷയങ്ങളെല്ലാം ഉറക്കെ സംസാരിക്കുന്ന ഒരാൾ വരുന്നത്. പിന്നെയും ഒരുപാടുണ്ട്, ആര്യാടൻ മുഹമ്മദിനെ കുറിച്ചാലും ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചാലും. അപ്പോൾ ഈ പറയുന്ന സംഗതികളെയൊക്കെ ഏത് നിലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും? ഇപ്പം അവിടെ നമ്മൾ ലീഗുകാരെ കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് പറയാം. അദ്ദേഹം എടുത്തിട്ടുള്ള ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയ്ക്കകത്ത് പ്രതിപാദിക്കുന്ന തീവ്രവാദം ആശയത്തിൻ്റെ വേരെവിടെയാണ്? അത് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പുസ്തകങ്ങൾ വഴിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികളെ, ചലഞ്ചസിനെ നേരിടുന്നുണ്ട് അവിടുത്തെ UDF സ്ഥാനത്തെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ ഇപ്പുറത്ത് സ്വരാജിനെ പോലെ ആൾ വെക്കുന്നു. സ്വരാജിന് ഈ പറഞ്ഞ രാഷ്ട്രീയ വ്യക്തതയുണ്ട്. ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ വോട്ട് ബേസ് ഇളകാത്ത് നിർത്താനുള്ള ശേഷിയുണ്ട്, അതിന് പുറത്തേക്കും വികസിക്കാനുള്ള ശേഷിയുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് സ്ഥാനാർത്ഥിയെ CPM അവിടെ ചൂസ് ചെയ്തെന്നുള്ളതാണ് തോന്നുന്ന കാര്യം. വേറെയും പല സമവാക്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി പ്രവർത്തിക്കുമെന്നും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അപ്രവചനീയമായിരിക്കുന്നു കാര്യങ്ങളെന്നത് എനിക്ക് തോന്നുന്ന കാര്യം. എൻ്റെ ഒപ്പീനിയൻ പ്രകാരം അവിടെ UDFിൻ്റെ ഒരു ഈസി വോക്ക് ഓവർ, സ്മൂത്തായ വിജയം അതിപ്പം അൻവർ കൂടി ചേർന്നെങ്കിൽ കൂടിയും ഉറപ്പാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു വലിയ ഫൈറ്റ്, ബിഗ് ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വോട്ടെടുമ്പോഴേ അറിയാൻ പറ്റുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.